ഗൗരി ഗൗരി അവിടെ നിങ്ങൾ വാ ഗൗരി. ഗൗരി അയ്യോ അമ്മേ ഗൗരി എവിടെ പോയി? ഗൗരി ഗൗരി ബീച്ചിൽ വന്നേ വൗ ഇപ്പോ കാണാൻ നല്ല രസമുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ. ശിവ ലുക്ക് അറ്റ് ദാറ്റ്. ആ ട്രീസ് ഒക്കെ അങ്ങനെ നിൽക്കുന്നതാണ് എന്ത് രസാ. ഈ ഒരു ടൈമിൽ ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. നമ്മൾ നോർമലി നല്ല രാത്രി ആകുമ്പോഴാണ് വരുന്ന, ഈ ഒരു സമയത്ത് നല്ല ഭംഗി അല്ലേ ശിവ? അതെ നോക്കി നടക്ക് മക്കളെ. ആ ഞാൻ നോക്കി നടക്കുന്ന ജിം നോക്കി വന്ന് വീഴും ഗൗരി. ഞാൻ നോക്കിയാ അമ്മ നടക്കുന്നേ. ചിങ്കി ചിക്ക ചിങ്കിടി ചിക്ക. ശിവ നമുക്ക് കുറെ സാധനം തിന്നണം കേട്ടോ. എനിക്ക് ഐസ്ക്രീം മതി, എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം ഇഷ്ടം. എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീം. നമുക്ക് രണ്ടുപേർക്കും സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങാം. ഓക്കെ ഓക്കെ. ഡിങ് ടിങ് ചിങ് 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 ചിങ്. വാവ് കുറേ ടോയ്സ്. മമ്മ എനിക്ക് ആ ടോയ് വേണം മമ്മ പ്ലീസ് മമ്മ. എന്താ മമ്മ പ്ലീസ് മമ്മ. കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഇതുപോലെ ഒരെണ്ണം മേടിച്ചിട്ട് അമ്മ എന്നെ നശിപ്പിച്ചു. ഒന്നും മേടിക്കണ്ട മമ്മ പ്ലീസ് മമ്മ. എനിക്ക് കറങ്ങുന്ന ഇത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇവിടെ കാറ്റായതുകൊണ്ടാണ് കറങ്ങുന്നത്. നിങ്ങളിത് വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയാലേ അവിടെ ഇത് കറങ്ങൂല. അതെന്താ മമ്മ? അത് ബീച്ചിലും നല്ല കാറ്റല്ലേ എപ്പോഴും, അതുകൊണ്ട് അത് കറങ്ങും. എന്നാ വേണ്ട. ഡിങ്കി ടിക്ക ഐസ്ക്രീം സ്ട്രോബെറി ഐസ്ക്രീം മൈ ഫേവറേറ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം ഏതാണ് ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി ഐസ്ക്രീം. ഗൗരിക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, ശരിക്കും ഇഷ്ടമാണ്. നമുക്ക് കാലം നനയ്ക്കാം. ആദ്യം നമുക്ക് ഐസ്ക്രീം ഫുള്ള് തിന്നത് ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നുണ്ടോ ഐസ്ക്രീം. അത് ഫുള്ള് ഇതുപോലെ നന്നായിട്ട് നമുക്ക് തിന്നിട്ട് നമുക്ക് പോയി കാലം നനയ്ക്കാം പപ്പായായിട്ട്. ഓക്കെ. ഗൗരി എവിടെ പോയി? ഗൗരി അതിന് മുന്നേ കാലം നനയ്ക്കാൻ പോയി. ഗൗരി ഇതെവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ. ഗൗരി ദേ നിൽക്കുന്നു ഗൗരി. ഹായ് ഗൗരി, ദേ ആ സ്കൈയിലോട്ട് നോക്കിക്കേ. ആ കളർ കണ്ടോ? എന്തൊരു രസമല്ലേ. പക്ഷെ എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. ബാ നമുക്ക് കാലം നനയ്ക്കാം. എന്തോ എനിക്കൊരു പേടി പോലെ. ദേ ഇപ്പൊ വരും വെള്ളം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ജിങ്ക് ചിക്കന്റെ വരുന്നു. ദേ വരുന്നില്ലല്ലോ. ഇതെന്താ അങ്ങ് വരെ വരുന്നോള്? നമുക്ക് കുറെ കൂടെ മുന്നോട്ട് പോയി നിന്നാലാ? ശിവ കുറെ കൂടെ മുന്നോട്ട് പോയി നിൽക്കല്ലേ. വേണ്ട കേട്ടോ, ബീച്ച് അങ്ങ് കൊണ്ടുപോകും കടലിലോട്ട്. അയ്യോ എന്നാ വേണ്ട, എനിക്ക് പേടിയാ. അടുത്ത് നിൽക്കണ്ട, പോയി കുറച്ച് ദൂരെയായിട്ട് നിൽക്ക്. എത്ര പേരാന്നറിയാവോ മരിച്ചിട്ടുള്ളത്? അതെങ്ങനെയാ മമ്മ മരിക്കുന്നേ? അതടുത്ത് പോയി നിൽക്കും. നമ്മുടെ കയ്യോ ചില സമയത്തൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റൂല, നമ്മളെ കടലങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് അതിന്റെ അടുത്ത് പോയി നിൽക്കരുത് കേട്ടോ. ഇല്ല മമ്മ, എനിക്ക് നിൽക്കണ്ട, എനിക്ക് പഴയ മരിക്കണ്ട, എനിക്ക് പേടിയാ. ഞാൻ അടുത്ത് നിൽക്കൂല, ഞാൻ കുറേ ദൂരെയാ നിൽക്കുന്നത്. നമ്മുടെ അടുത്ത് വരെ വന്നിട്ട് ദേ പോയി വെള്ളം. ഇതുവരെയും കാല് നനച്ചില്ല. എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുക. അയ്യോ ഓടിക്കൂ. ശരിക്കും എന്തൊരു പേടിയാ. എന്നെ കണ്ടുപിടിക്ക്, എനിക്ക് ഒരു പേടിയില്ല. ഞാൻ കാലം നനച്ച് നിന്നെ കാണിച്ചു തരാം. ബെറ്റ് വെക്കുന്നോ? ആ ബെറ്റ് വെക്കുന്നു. ഒന്ന് നോക്കട്ടെ നിന്റെ കാലം നനയ്ക്കാവുന്ന. ചെറുതായിട്ട് നനഞ്ഞോ? ശരിക്കും നനഞ്ഞ്. ഇനിയിപ്പോ വെറുതെ അവിടുന്ന് ഇങ്ങനെ പറന്ന് നമ്മുടെ വെള്ളം ഇങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ നിന്നിട്ട് കാലം നനയ്ക്കാം. ഇത്രേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടുപേരുടെ കാലം നനയ്ക്കാം. കൊറേ നേരായിട്ട് നമ്മളിവിടെ നിക്ക. ഇതുവരെയും വെള്ളം നമ്മുടെ കാലിന്റെ അടുത്ത് വന്നതേ ഇല്ല ഗൗരി. വേണ്ട ഗൗരി, എനിക്കും പേടിയാവുന്നവാ, നമുക്കങ്ങ് പോവാം. ശിവ നീ ഇങ്ങനെ പേടിക്കാതെ, നമ്മള് കാലം നനയ്ക്കാനല്ല വന്നത്, കാലം നനച്ചിട്ട് പോവാം. ഗൗരി എന്താ? വെള്ളം എന്റെ വായില് കേറിപ്പോയി. ഗൗരി നിനക്ക് എന്താ ഗൗരി പറ്റിയേ? ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ വേണ്ടാന്ന്. ഗൗരി നീ അവിടെ അടുത്ത് നിൽക്കല്ലേ, ഓടി എന്റെ അടുത്തോട്ട് വാ. ഞാൻ വരുവാ. ഗൗരി ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഇവിടേക്ക് നമുക്ക് ഇങ്ങനെ ടോയ്സ് ഒക്കെ കണ്ടിട്ട് പോയാ പോരായിരുന്നോ? എന്തിനാ നീ അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ പോയത്? ചിലപ്പോ കടലങ്ങ് കൊണ്ടുപോയാ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? നീ മരിച്ചു പോയാ നമുക്ക് ഇതുപോലൊക്കെ എല്ലാം കഴിക്കാൻ പറ്റൂലല്ലോ. ഇനി ഞാൻ അങ്ങനെ പോയി നിൽക്കൂല. ചിലപ്പോ ഞാൻ എന്നെ കടൽ കൊണ്ടുപോയെങ്കിൽ ഞാനിപ്പോ മരിച്ചു പോയേനല്ലേ ശിവ?
നിന്നെ വല്ല സ്രാവും പിടിച്ച് തിന്നേനെ. അയ്യോ, അങ്ങനൊന്നും പോയി കടലിന്റെ അടുത്ത് നിൽക്കരുത്. എപ്പോഴും നമ്മുടെ പപ്പയുടെയും മമ്മയുടെയും കൈ പിടിച്ചിട്ടേ കാല് നനയ്ക്കാൻ പോവാവൂ. ഇപ്പൊ നീ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നീ ഇനി ആ കടലിന്റെ അടുത്തൊന്നും ഒറ്റയ്ക്ക് പോവല്ലേ ഗൗരി. ഞാനിനി പോവൂല ശിവ, എനിക്ക് ആകെ പേടിയായി. ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോയെന്ന്. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധ്യമായല്ലോ കൊച്ചു കുട്ടികള് ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും പോവരുതെന്ന്. എനിക്കിപ്പോ മനസ്സിലായി ശിവ, ഇനി ഞാൻ പോവൂല. എന്തായാലും രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം അല്ലേ ഗൗരി? ഹോംവർക്ക് ചെയ്തായിരുന്നോ നീ സ്കൂളിലെത്താ? അയ്യോ, ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നുപോയി. ഞാൻ എന്തായാലും വൈകുന്നേരം വന്ന ഉടനെ തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്ത്, അതുകൊണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയി കിടന്ന് എനിക്ക് നല്ല ഉറങ്ങാം.